വെള്ളയമ്പലത്തുള്ള ഓഫീസുകളിലേക്ക് ഈ സമരം മാറ്റും. 27-ാം തീയതി. ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും. ഇന്ന് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കും, ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും നട്ടല്ലൊടിക്കുന്ന ഈ കിരാതമായ ഈ മാഫിയകളെ സഹായിക്കുന്ന അതുപോലെ ഡ്രെയിനേജ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടുത്തെ ഡ്രെയിനേജിന്റെ പ്രശ്നത്തിനെ സംബന്ധിച്ച് 141 കോടി രൂപ ഡ്രെയിനേജിന്റെ പദ്ധതികൾക്കായി അനുവദിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തിരുവനന്തപുരം നഗരസഭ ഇവിടെ LDF ആണ് ഭരിച്ചിരുന്നത്. LDFിന്റെ കൗൺസിലറായിരുന്നു. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. 2-3 യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടായ രൂക്ഷമായ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. LDFിന്റെ കൗൺസിലർ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെയുള്ള വീടുകളിൽ ഡ്രെയിനേജ് കണക്ഷൻ കൊടുക്കുന്നതിന് കോൺട്രാക്ടിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ സംഖ്യയുടെ കണക്ക് ആ വീട്ടിലുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയാതെ തന്നെ ആ കൊടുത്ത വീട്ടുകാർക്കും വാങ്ങിച്ച കോൺട്രാക്ടിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ ഓരോ വീടുകളിൽ നിന്നും കണക്ഷൻ, ഇത് അടുത്ത തന്ത്രമാണ്. കുടിവെള്ളം കിട്ടാതിരിക്കുമ്പോൾ അടുത്ത പൈപ്പ് ലൈനുമായി ഇറങ്ങി ഓരോ വീട്ടിൽ നിന്നും 5000 രൂപ വീതം വാങ്ങി പാക്കറ്റിലിട്ടുകൊണ്ട് അവർക്ക് പ്രത്യേകം കണക്ഷൻ കൊടുക്കുവാനുള്ള തന്ത്രമാണ് ഈ ഇപ്പോൾ നടക്കുന്ന കുടിവെള്ളക്ഷാമം. ഇതൊരു നാടകമാണ്. ജനങ്ങൾ തിരിച്ചറിയണം. ഈ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. എന്ത് പ്രതിഷേധം വന്നാലും എന്ത് രീതിയിലുള്ള അരിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും ഈ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് മാത്രം പറയുന്നു. ഞാൻ ദീർഘമായി അതായത് MR ഹിൽ എന്ന് പറയുന്ന ആ കുന്നിന്റെ മുകളിലുള്ള പ്രദേശത്തിന്റെ ഒരു 10-20 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. അന്ന് കേരളം ഭരിക്കുന്ന UDF ആണ്. ശക്തമായ സമരം. ഞങ്ങൾക്ക് UDF പ്രവർത്തകരാണ്. ശക്തമായി TM ജേക്കബ് ആയിരുന്നു അന്ന് മന്ത്രി. അന്ന് കിള്ളിപ്പാലം ജംഗ്ഷനിലുണ്ടായ അതിരൂക്ഷമായ സമരവും അടിയും വെടിയും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ആക്കിയാണ് നമ്മൾ ഈ പ്രദേശത്ത് കേരളത്തിൽ എവിടെ വെള്ളമില്ലെങ്കിലും MR ഹിൽ കുടിവെള്ളം എത്തുന്ന പദ്ധതിക്കുള്ള സമര പോരാളികളുള്ള ഒരാളാണ് ഞാനും ഈ വേലപ്പൻ നായർ ഉൾപ്പെടെയുള്ള മോഹൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ. അന്ന് V. വിജയകുമാർ ആയിരുന്നു ഇവിടുത്തെ MLA. ഈ ബണ്ട് റോഡ് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അതുപോലെ VS ശിവകുമാർ എന്ന് പറയുന്ന ആളായിരുന്നു തിരുവനന്തപുരത്തിന്റെ പാർലമെന്റ് അംഗം MP. അവരുടെയൊക്കെ ഫണ്ടിൽ നിന്നും തുകകൾ തന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ കുടിവെള്ളം അന്ന് ശാശ്വതമായ പരിഹാരമുണ്ടായി. എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച ഇവിടുത്തെ V. ശിവൻകുട്ടി MLA ഇവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് ശാശ്വതമായ പരിഹാരം കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തിരുവനന്തപുരത്ത് വന്ന് മേയർ വന്നു. 45 ദിവസം കൊണ്ട് തിരുവനന്തപുരം വികസിത കേരളമാക്കും, വികസിത തിരുവനന്തപുരമാക്കും എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? 45 ദിവസം കഴിഞ്ഞ് 90 ദിവസമായി ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് ഈ പ്രദേശത്തുള്ളവരുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടല്ലേ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ ചടങ്ങിലുള്ള അധ്യക്ഷനുൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ പേർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.